ഹലോ, ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ട്രിവാൻഡ്രം YMR ജംഗ്ഷനിലുള്ള സംസം ബൺ കഫേയിലാണ്. ബൺ കഫേ എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്ന ബണ്ണ് ട്രൈ ചെയ്യാനായിരിക്കും വന്നിരിക്കുന്നതെന്നല്ലേ, പക്ഷെ അല്ല കേട്ടോ. അതെന്താണെന്ന് പറയുന്നതിന് മുന്നേ ഞാൻ ഇവിടുത്തെ ആംബിയൻസിനെ കുറിച്ചൊന്ന് പറയാം. നിങ്ങൾക്കൊരു കോഫിയൊക്കെ കുടിച്ച് ഒന്ന് റിലാക്സ് ചെയ്തിരിക്കണമെന്ന് തോന്നുമ്പോഴും ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ചിൽ ഔട്ട് ചെയ്യാനും ഒക്കെ പറ്റിയൊരു സ്ഥലമാണ് ഈ ബൺ കഫേ. ഇനി ഞങ്ങൾ ട്രൈ ചെയ്യാൻ വന്നത് എന്താണെന്നുള്ളത് പറയാം. ഇപ്പോൾ ട്രെൻഡിങ്ങിലായിട്ടുള്ള പുട്ട് ഐസ്ക്രീമാണ് കേട്ടോ ഞങ്ങൾ ട്രൈ ചെയ്യാൻ വന്നത്. ഈ ഒരു പുട്ട് ഐസ്ക്രീമിൻ്റെ ബേസായിട്ട് അവർ വെച്ചിട്ടുള്ളത് കുറച്ച് സ്ട്രോബെറി ക്രഷ് ഉണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ചോക്ലേറ്റിൻ്റെ വേഫർ റോൾസ് പൊടിച്ചിട്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് പുട്ട് ഐസ്ക്രീം വെക്കുന്നത്. പിന്നെ ഈ പുട്ട് ഐസ്ക്രീമിൻ്റെ രണ്ട് വശത്തായിട്ട് കേക്ക് ക്രംസും അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നട്ട്സും ടൂട്ടി ഫ്രൂട്ടിയും ഒക്കെ ഇട്ടതിന് ശേഷം ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചിട്ടാണ് അവർ നമുക്ക് തരുന്നത്. ഞങ്ങൾ 2 പുട്ട് ഐസ്ക്രീമാണ് വാങ്ങിയത്. അത് ഞാൻ കാണിക്കാം. ഒരു പുട്ട് ഐസ്ക്രീമിൽ 3 ഫ്ലേവറാണ് വരുന്നത്: സ്ട്രോബെറി, പിസ്ത, പിന്നെ പീനട്ട് ബട്ടർ. ഇവരുടെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് ഇവർ ഈ പുട്ട് ഐസ്ക്രീമിൽ യൂസ് ചെയ്യുന്ന നട്ട്സ് എന്ന് പറയുന്നത് നല്ല ക്രഞ്ചി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പുറത്തുനിന്ന് കഴിച്ച പുട്ട് ഐസ്ക്രീമിലെ നട്ട്സ് ഒന്നും അത്ര ക്രഞ്ചി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഈ ചോക്ലേറ്റ് സിറപ്പ് അവരവിടെ തന്നെ വെച്ചേക്കും. അപ്പോൾ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്കത് യൂസ് ചെയ്യാം. ഇത് ഞങ്ങൾ 2ാമത് വാങ്ങിയ പുട്ട് ഐസ്ക്രീമാണ്. ഐസ്ക്രീമും നട്ട്സും ടൂട്ടി ഫ്രൂട്ടിയും ആ കേക്കിൻ്റെ ക്രംസും പിന്നെ ആ ചോക്ലേറ്റ് സിറപ്പും ഒക്കെ ആയിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ അത് ഭയങ്കര ടേസ്റ്റായിരുന്നു. നിങ്ങൾ ഇതുവരെയും പുട്ട് ഐസ്ക്രീം ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത് ഞങ്ങൾ ട്രൈ ചെയ്തത് കുനാഫ റോൾസാണ്. ഇതിൻ്റെ ഔട്ടർ പാർട്ട് നല്ല ക്രിസ്പി ആയിരുന്നു. അതുപോലെ തന്നെ നല്ല ബട്ടറിൻ്റെയും ഷുഗർ സിറപ്പിൻ്റെയും ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഉള്ളിലെ ചീസി ഫില്ലിങ്ങും ഭയങ്കര ടേസ്റ്റായിരുന്നു. നിങ്ങൾ ഇതുവരെയും കുനാഫ റോൾസ് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ബൺ കഫേയിൽ വന്നിട്ട് ബണ്ണ് ട്രൈ ചെയ്യാതെ പോകുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഞങ്ങളൊരു ബണ്ണോട് ഓർഡർ ചെയ്തു. ഞങ്ങൾ കാരമൽ കുക്കി ബണ്ണാണ് ചൂസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ നിങ്ങളിതിൽ നോക്കിയതിന് ശേഷം ചൂസ് ചെയ്യണം. കാരമൽ കുക്കി ബണ്ണിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 70 റുപ്പീസാണ്. അവരിതിൻ്റെ ഫില്ലിംഗ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് കാരമൽ സിറപ്പാണ്. അതിൻ്റെ ടോപ്പിംഗ് ആയിട്ട് അവർ കുറച്ച് നട്ട്സും ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു കംപ്ലൈൻ്റ് ആയിട്ട് കേട്ടിട്ടുള്ളത് ഇതിൻ്റെ ഫില്ലിങ് അത്രയ്ക്കില്ല എന്നാണ്. പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയ ബണ്ണിൽ അത്യാവശ്യം നല്ല ഫില്ലിംഗ് ഉണ്ടായിരുന്നു. 2 ബണ്ണിലും ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ മെയിനായിട്ടുള്ള ബണ്ണെന്ന് പറയുന്നത് ഈ ഒരു കസ്റ്റാർഡ് ബണ്ണാണ്. അതുകൂടാതെ വേറെയും സ്നാക്സ് ഐറ്റംസ് ഇവിടെ ഉണ്ട്. ഒരുപാട് ഫ്ലേവേഴ്സിലുള്ള പേസ്ട്രീസ് ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മാക്കറോൺസ്, ഡോണറ്റ്സ്, റോൾസ്, അങ്ങനെ ഒരുപാട് സ്നാക്സ് ഐറ്റംസ് ഇവിടെ ഉണ്ട്. എന്തായാലും നിങ്ങൾ ഒരു തവണയെങ്കിലും ഇവിടെ വന്ന് ഇതിലേതെങ്കിലുമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ക്യാഷിന് വർത്തായിട്ടുള്ള ഫുഡ് എന്തായാലും നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. കാരണം അവരുടെ ഫുഡിൻ്റെ ടേസ്റ്റും ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ കാണിക്കുന്നത് അതാണ്.